നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ ദേവ് എന്നാണ്. അപ്പോൾ ഞാനിത് എന്നെ വെച്ചിട്ട് ഫേക്ക് റിമൂവേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. എന്നെയും പൃഥ്വിരാജ് സാറിനെയും കൂടി വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശത്രുക്കളെ പരിപാടിയാണ്. ഫേക്കായിട്ടുള്ള റൂമേഴ്സ് ഉണ്ടാക്കുകയാണത്. ഞാൻ തൊഴിൽ സംബന്ധമായും ജോലി സംബന്ധമായിട്ടാണ് ഞാൻ തൃശ്ശൂർ അങ്ങോട്ടേക്കൊക്കെ വരുന്നത്. എൻ്റെ വീട് എൻ്റെ നാടായിട്ട് വരുന്നത് നിങ്ങൾക്കറിയാലോ. അത് ഞാനിതിൽ പറയുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ നേരിട്ടിട്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ വന്ന് ജോലി തേടി അങ്ങനെ വന്നതാണ്. എൻ്റെ സ്ഥലത്ത് ഞാൻ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാനപ്പോൾ ജോബ് കൺസൾട്ടൻസിയെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വേറെ നമ്മളെ നാട് തന്നെയല്ലേ കേരളം. അപ്പോൾ നമ്മൾ അവിടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ കിട്ടാണ്ടാവുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തൊന്നും പോകുന്നില്ല, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ കിട്ടാണ്ടായി. പിന്നെ എൻ്റെ നാട്ടിലേക്ക് വരുന്നത് പോസിബിൾ അല്ല അപ്പോൾ തന്നെ. അപ്പോൾ അടുത്ത ജോബിന് ട്രൈ ചെയ്യും. അങ്ങനെ അടുത്ത ജോബിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അത് കിട്ടുമോ നോക്കും. അപ്പോൾ അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് പണി, എനിക്ക് സാധിക്കുന്ന പണികളൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ എനിക്ക് കിട്ടിയ വർക്ക് ഞാൻ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് ലോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീട്ടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ഒക്കെ വന്നിരുന്നത്, ജോബൊക്കെ തേടിയിട്ട് കൺസൾട്ടൻസി വഴി. പിന്നെ എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നു ഒരാളായിട്ട്. അപ്പോൾ അവരങ്ങനെ ജോബ് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ജോബിന് വേണ്ടി പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഫേക്ക് റൂമർ ഉണ്ടായി. അപ്പോൾ അത് എന്നെ തകർക്കാമെന്നുള്ള രീതിയിൽ ശത്രുക്കൾ അത് ആയുധമായിട്ട് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ ഫേക്ക് റൂമേഴ്സാണത്. അപ്പോൾ ആ റൂമേഴ്സ് ഇതിപ്പോൾ എൻ്റെ സ്കില്ല് കാര്യങ്ങളൊന്നും ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല. എൻ്റെ കലകൾ ഞാൻ പുറത്തേക്ക് എടുക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ ശത്രുവിൻ്റെ ഒരു കളി അതിൽ വിടില്ല. അത് അവൻ്റേതായ ശിക്ഷ അത് ദൈവം കൊടുക്കുക. അതായത് ഞാനതിൽ ഇടപെടുന്നൊന്നുമില്ല. കാരണം എന്നെ നിയമപരമായിട്ട് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് ഉന്നതാധികാരികൾ, പോലീസ് അവരെന്നെ സംരക്ഷിച്ചിട്ടുണ്ട്. അതിനെക്കൊണ്ട് തന്നെ അവരെ കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. അതൊന്നും ഞാൻ എന്നിലായിട്ട് ഇടപെടൊന്നും ബന്ധവും വരുന്നില്ല. അപ്പോൾ ഫേക്ക് റൂമേഴ്സിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അങ്ങനെ ഒരു റൂമർ ഫേക്കാണ്.